2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. NDAയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടർക്കും വിജയിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യം 100% ഉറപ്പാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഭരണം നിലനിർത്തേണ്ടത് BJP സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഭരണത്തിൽ എത്തേണ്ടത് RJD കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം. ഇതിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ചോദ്യം. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. റിസൾട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ദേശീയ സർവേകളൊക്കെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ABP സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ABP മെട്രിക്സ് സീ വോട്ടർ സർവേ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ എന്താണ്, ആർക്കാണ് മുൻതൂക്കം, ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്, അവിടെ ആര് ജയിക്കും, ആര് തോൽക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദേശീയ സർവേ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ABP പുറത്തുവിട്ട സർവേ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ABP സർവേ റിസൾട്ട് പ്രകാരം ബീഹാറിൽ 2025 വീണ്ടും NDA ഭരണം എന്നാണ് ABP പറഞ്ഞിരിക്കുന്നത്. അതായത് ABP ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ മാസം പുറത്തുവിട്ടിരിക്കുന്ന സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. സീറ്റ് നില നോക്കിക്കഴിഞ്ഞാൽ NDAക്ക് BJP JDUവിന് 153 മുതൽ 164 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ BJPക്ക് സീറ്റുകൾ 83 മുതൽ 87 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. JDUവിന് 61 മുതൽ 65 സീറ്റുകൾ വരെയെന്നും പറയുന്നു. HAM 4 മുതൽ 5, LJP 4 മുതൽ 5, RLM 1 മുതൽ 2 സീറ്റുകൾ വരെയെന്നും പറയുന്നു. ഇനി നേരെ മഹാഗഠബന്ധനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന സീറ്റുകൾ 76 മുതൽ 87 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ സഖ്യം പരാജയപ്പെടുമെന്നുള്ളത് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാകുന്നു. RJDക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ്, 62 മുതൽ 66 സീറ്റുകൾ വരെ. മഹാഗഠബന്ധനിൽ RJDക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ്. കോൺഗ്രസിന് 7 മുതൽ 9 സീറ്റ് മാത്രം. CPIMLന് 6 മുതൽ 8 സീറ്റുകൾ, CPIക്ക് 0 മുതൽ 1, CPIMന് 0 മുതൽ 1, VIPക്ക് 1 മുതൽ 2 എന്നീ കണക്കാണ് മഹാഗഠബന്ധൻ സീറ്റുകളുടെ കണക്ക് ഈ ഒരു സർവേയിൽ പറയുന്നതെന്ന് പറയുന്നത്. ഇനി വോട്ട് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും NDAക്ക് 49% വോട്ടും, മഹാഗഠബന്ധന് 38% വോട്ടും, അതേഴ്സിന് 13% വോട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർവേ റിസൾട്ടിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭ തീർച്ചയായിട്ടും BJP NDA വീണ്ടും ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ്. അതും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് തന്നെയാണ് അവർ ഭരണത്തിലെത്തുക എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. 153 മുതൽ 164 സീറ്റുകൾ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം മഹാഗഠബന്ധൻ 76 മുതൽ 87 വരെ ഒതുങ്ങുമെന്നുള്ള തരത്തിലും ഈ സർവേ വ്യക്തമാക്കുന്നു. ഇത് തീർച്ചയായിട്ടും BJP NDAയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു സർവേ റിസൾട്ട് ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം വീണ്ടും ഭരണത്തിൽ വരിക, ഇത്രയും സീറ്റുകൾ നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എന്നാൽ മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പരാജയം ഏറ്റുവാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അവരെ തന്നെ വീണ്ടും തളർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാക്കുന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയിലേക്കാണ് ഇന്ത്യ സഖ്യം പോകുന്നതെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ കോൺഗ്രസിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, ഇടതുപക്ഷത്തിനൊന്നും സാധിക്കത്തില്ല. RJDക്ക് മാത്രമാണ് 62 മുതൽ 66 സീറ്റുകൾ വരെ നേടിയെടുക്കാൻ സാധിക്കുക. അതേസമയം ഏറ്റവും കൂടുതൽ സീറ്റ് ഇപ്പോൾ ഈ രണ്ട് പാർട്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പ്രതിപക്ഷവും ഭരണപക്ഷവും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വലിയൊരു നിർണായക ശക്തിയായി മാറുന്നത് അവിടെ BJP ആയിരിക്കും എന്ന കാര്യം 100% ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടി BJP, 83 മുതൽ 87 സീറ്റുകൾ വരെയാണ് ഈ സർവേ റിസൾട്ടിൽ പറഞ്ഞേക്കുക. രണ്ടാമത് JDU 61 മുതൽ 65 സീറ്റുകൾ എന്നുള്ള കണക്കിലേക്ക് മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ BJP ആയിരിക്കും നിർണായകമായി മാറുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും NDAക്ക് 153 മുതൽ 164 സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു കണക്കാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായി മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി മറ്റു പാർട്ടികൾ നേടുന്ന സീറ്റ് എന്ന് പറയുന്നത് ജൻ സുരാജിന് 1 മുതൽ 3 സീറ്റും,
AIMIMന് 1 മുതൽ 2 സീറ്റും അതേഴ്സിന് 0 മുതൽ 4 സീറ്റും എന്നുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ, അതായത് ABP പുറത്തുവിട്ട ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ BJP വ്യക്തമായിട്ടുള്ള നേട്ടം കൈവരിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് റിസൾട്ട് വരാനായിട്ട്. അപ്പോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സർവേ റിസൾട്ട് പോലെ തന്നെ ആയിരിക്കുമോ? അതിനെ അട്ടിമറിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സർവേ റിസൾട്ട് പോലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന അധികമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവർക്ക് ഇന്ത്യ സഖ്യം തന്നെ പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഓൾറെഡി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിള്ളലുകൾ പല കോണുകളിൽ നിന്നും ഇന്ത്യ സഖ്യം നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് കൂടുതൽ ബലമേകുന്നത് മാത്രമല്ല, പൂർണ്ണ തോതിൽ അത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചുള്ള അവർക്ക് കൂടുതൽ ഊർജം പകരുന്നതും ശക്തി പകരുന്നതുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറും. അവർ വിജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് 100% ഉറപ്പാണ്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ബീഹാറിൽ എന്തുതരം അട്ടിമറികൾ സംഭവിക്കും, പ്രതീക്ഷ പോലെ തന്നെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ, അവിടെ BJP വീണ്ടും അധികാരത്തിൽ വരുമോ, ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.